ഇപ്പോൾ പറഞ്ഞു. സമയബന്ധിതമായ പദ്ധതികൾ പൂർത്തിയാക്കാത്തതും കെടുകാര്യസ്ഥതയും കിട്ടാക്കടം പിരിക്കുന്നതിലെ വീഴ്ചയും അധിക തസ്തികകളും റദ്ദാക്കപ്പെട്ട ദീർഘകാല കരാറുകളും ജീവനക്കാരുടെ ഉയർന്ന ശമ്പളവുമാണ് വൈദ്യുതി ചാർജിന് പിന്നിലെ കാരണങ്ങളെന്ന് അഡ്വക്കേറ്റ് ചാർലി പോൾ പറഞ്ഞു. പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ ജനറേറ്റർ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്നിങ്ങനെ 3 കമ്പനികളായി വൈദ്യുതി വകുപ്പിനെ മാറ്റണമെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ നിയോജക മണ്ഡലം ഇൻചാർജ് രജി പ്രകാശ് എടത്തല അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് വർഗീസ്, ജോസ് മാവേലി, റെയ്ജു നെടുമ്പാശ്ശേരി, ഷിബു സെബാസ്റ്റ്യൻ, PN സോമൻ, PV ഏലിയാസ്, സേവ്യർ ആന്റണി, സന്തോഷ് മാത്യു എന്നിവർ സംസാരിച്ചു. ഓരോ സെക്ടറിൽ നോക്കിയാലും എല്ലാത്തിലും അഴിമതിയാണ്. അങ്ങനെ അഴിമതി ഭരണം കൊണ്ട് പൊറുതിമുട്ടുന്ന ഇവിടുത്തെ ജനങ്ങൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടി ആൾക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ ഒരു വശത്ത്. മറുവശത്ത് എന്താണ് അവിടെ കാണുന്നത്? വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളാണ്. അതുപോലെ തെരുവ് നായ്ക്കൾ ഇങ്ങനെ പെറ്റുവരികയും ആളുകളെ കടിച്ചു കൊല്ലുന്നു. എല്ലാ രംഗത്തും ജനങ്ങൾക്ക് ജീവിതം വഴിമുട്ടിരിക്കുകയാണ്. ആട്, കോഴി, താറാവ് എന്നീ കൃഷി ചെയ്തിരിക്കുന്ന ആൾക്കാർ പോലും വരുമാനമില്ലാണ്ടായി. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് ഇവര് പിരിക്കുമ്പോൾ എങ്ങനെയാണ് പിരിക്കാൻ പോണത്? പൈസ ഉണ്ടായാൽ മാത്രമേ പാവങ്ങളെ അടുത്ത് പിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും 10 പൈസ കയ്യിലെടുക്കാനില്ല. എല്ലാവരും വളരെ ദുരിതത്തിലാണ്. അപ്പൊ ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ പ്രിയപ്പെട്ട വോട്ടർമാര്, കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരായ ജനങ്ങൾ, നിങ്ങളുടെ മനസ്സൊന്ന് മാറണം. നിങ്ങൾ ഈ ഭരണകർത്താക്കളായ അഴിമതി രാഷ്ട്രീയക്കാർക്ക് ഇപ്പോൾ മാറി ഭരിച്ചു വരികയാണല്ലോ. UDF-ഉം LDF-ഉം ഇവർക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി മാറ്റിയെടുത്തുകൊണ്ട് 2020 എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം, ആ മഹത്തായ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മനസ്സ് മാറണം. മാറിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോണത്? കേരളം ഇന്ന് ലോകത്തിന് മാത്രമല്ല, ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു സംസ്ഥാനമായി മാറി വരും. കാരണം ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്, വർഷങ്ങളായി കിഴക്കമ്പല പഞ്ചായത്ത് പോലുള്ള 4 പഞ്ചായത്തുകളിൽ ഭരണം കിട്ടിയിട്ട് അവിടെ 2020 കാഴ്ചവെക്കുന്ന അവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. എന്തെല്ലാം വികസന പ്രവർത്തനമാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടുത്തെ ജനങ്ങളോട് ചോദിക്കൂ, എന്താണ് ഇവിടെ നടക്കുന്നത്? ഏതെങ്കിലും പഞ്ചായത്തുണ്ടോ ഇത്രയും നന്നായിട്ട് നടത്തുന്ന ഒരു പഞ്ചായത്ത് ഇന്ന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടോ? അപ്പോൾ 2020 മാതൃക ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാതൃക ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന 2020 എന്ന പ്രസ്ഥാനത്തെ അതിന്റെ അമരക്കാരനായ സാബു M. ജേക്കബ് സാറിന് അങ്ങനെ ഒരു വലിയ വ്യക്തിയെ നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാം. അങ്ങനെ അദ്ദേഹത്തിന് കീഴിൽ എല്ലാവരും അണിനിരുന്നുകൊണ്ട് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളെല്ലാം, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളെല്ലാം നമ്മുടെ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു. അവരെ വിജയിപ്പിക്കണം, വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. ന്യൂസ് ബ്യൂറോ, ആലുവ.